വേഗത്തിൽ കുറച്ച് ക്വസ്റ്റ്യൻ അങ്ങ് നോക്കിയാലോ. കാരണം നമുക്ക് എങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരികയെന്നറിയില്ല. രണ്ട് എക്സാം കഴിഞ്ഞപ്പം ടഫായിട്ടും വരുന്നുണ്ട്, ഈസി ആയിട്ടും വരുന്നുണ്ട്, പല ടൈപ്പ് ക്വസ്റ്റ്യനും വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ അറിയില്ല. സോ ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ക്വസ്റ്റ്യൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, പല ടൈപ്പിലുള്ളത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഓർഗാനിക് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ കൊണ്ടുവന്നത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ബ്യൂട്ട് 1 എങ്ങനെ ബ്യൂട്ട് 2 ആക്കാം. ഒറ്റയടിക്ക് നോക്കുമ്പോൾ അയ്യോ ഇതെന്ത് സംഭവം, ഇതെങ്ങനെ ചെയ്യാം, സ്കിപ്പ്, അതെനിക്കറിയില്ല. അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻ തന്നാൽ പിന്നെ നമ്മൾ പെട്ടു. പക്ഷേ ഇത് വളരെ ഈസിയാണ്, നമ്മൾ ഒന്ന് ആലോചിച്ചാൽ മാത്രം മതി. സോ ആലോചന വേണം. സോ നമ്മൾ അത് പറയാൻ വേണ്ടി നിങ്ങൾക്ക് ഇത് മിസ്സാവരുത്, ആ മാർക്ക് മിസ്സാവരുതെന്ന് വിചാരിച്ചിട്ട് പറയാണ് ബ്യൂട്ട് 1 ബ്യൂട്ട് 2 ആക്കുന്ന റിയാക്ഷൻ എങ്ങനെ. വെരി സിമ്പിൾ. ആദ്യം ബ്യൂട്ട് 1 എന്ന് പറഞ്ഞാൽ CH3 CH2 CH ഡബിൾ ബോണ്ട് CH2, ഇത് ബ്യൂട്ട് 1. ആ ബ്യൂട്ട് 1 നമ്മൾ HBr ചേർക്കുക ഫസ്റ്റ് സ്റ്റെപ്പിൽ. ഒറ്റ സ്റ്റെപ്പിൽ ബ്യൂട്ട് 1 ബ്യൂട്ട് 2 ആക്കൂല. ബ്യൂട്ട് 1 ബ്യൂട്ട് 2 ആക്കാൻ 2 സ്റ്റെപ്പ് റിയാക്ഷൻ നടക്കണം. അതുകൊണ്ടാണ് പെട്ടെന്ന് നമുക്ക് ഓർത്താൽ കിട്ടാത്തത്. സോ ബ്യൂട്ട് 1 ബ്യൂട്ട് 2 ആക്കാൻ വേണ്ടി ആദ്യം HBr ചേർത്തു. HBr ചേർക്കുമ്പോൾ ഈ ഡബിൾ ബോണ്ട് ഇവിടുന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഹൈഡ്രജൻ കുറവുള്ള ഈ കാർബണിലേക്ക് Br പോകും. സോ നമ്മുടെ ആൻസർ ഇങ്ങനെ കിട്ടും. എങ്ങനെ? CH3 CH2 CH ആ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് CH2. ദെൻ ആ ഹൈഡ്രജൻ കുറവുള്ള കാർബണിലേക്ക് Br പോയി, അവിടേക്ക് CH2ലേക്ക് ഹൈഡ്രജൻ പോയി CH3 ആയി. HBr ഹൈഡ്രജൻ CH2ലേക്ക് പോയി CH3 ആയി. പക്ഷേ നമുക്ക് ആൻസർ കിട്ടിയില്ല. ഇപ്പോൾ കിട്ടിയ ആൻസർ 2 ബ്രോമോ ബ്യൂട്ടൈനാണ്. ഇതല്ല നമുക്ക് വേണ്ടത്, നമുക്ക് ബ്യൂട്ട് 2 വേണ്ടത്. അതിനുവേണ്ടി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ ഇങ്ങനെ എഴുതുകയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ആൽക്കഹോളിക് KOH ചേർക്കും. ആൽക്കഹോൾ അടിച്ച് KOH വന്നാൽ എന്താ പണി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൽക്കഹോൾ അടിച്ച് KOH വരുന്ന സൈസഫ് റൂളായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്താ സംഭവം? ആൽക്കഹോൾ അടിച്ച് KOH വരുന്നു, ഹാലോജൻ ഒരൊറ്റ ചവിട്ട്, ഹൈഡ്രജൻ ഒരൊറ്റ തൂക്കിയെറിയൽ നമ്മൾ പഠിച്ചതാണ്. സോ ഏതാണ് ഹാലോജൻ? ഹാലോജൻ ഇതാണ്. ഹാലോജൻ നിൽക്കുന്ന കാർബണിനെ നമ്മൾ ആൽഫ കാർബൺ എന്ന് വിളിക്കും. ആൽഫ കാർബണിൻ്റെ തൊട്ടപ്പുറത്തുള്ള 2 കാർബൺസ് ബീറ്റ കാർബൺ. അപ്പോൾ അവിടെ 2 പ്രൊഡക്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആൽഫ കാർബൺ നിന്ന് ഹാലോജൻ പോകും, ബീറ്റ കാർബണിൽ നിന്ന് ഹൈഡ്രജൻ. ഏതെങ്കിലും ഒരു ബീറ്റ കാർബണിൽ നിന്ന് ഹൈഡ്രജൻ പോകുമെന്ന് പറഞ്ഞാൽ രണ്ടൊന്നും പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് 2 പ്രൊഡക്റ്റ് കിട്ടും. പക്ഷേ സൈസഫ് റൂൾ പറയുന്നത് ഏത് ബീറ്റ കാർബണിലാണോ ഹൈഡ്രജൻ കുറവ്, ഇവിടെ CH2 ഇവിടെ CH3, ഹൈഡ്രജൻ കുറവ് ഇവിടെ, അവിടുന്ന് ഹൈഡ്രജൻ പോകുന്നതായിരിക്കും മേജർ പ്രോഡക്റ്റ്. അപ്പോൾ നമ്മൾ മേജർ പ്രോഡക്റ്റ് എഴുതിയാൽ മതി. സോ ആൻസർ ബിക്കം CH3 CH2 എന്നുള്ളത് CH ആക്കി എഴുതി. അപ്പുറത്ത് CH Br പോയി, അപ്പോൾ അവിടെയും CH. ആൽഫയിൽ നിന്ന് ഹാലോജനും പോയി, ബീറ്റയിൽ നിന്ന് ഹൈഡ്രജനും പോയി. ആൽഫയിൽ നിന്നും ബീറ്റയിൽ നിന്നും ഓരോരുത്തർ പോയാൽ, അടുത്തടുത്ത 2 കാർബണിൽ നിന്ന് ഓരോരുത്തർ പോയാൽ പകരം ഡബിൾ ബോണ്ട്. സോ CH3 CH ഡബിൾ ബോണ്ട് CH CH3. എന്താ അതിൻ്റെ പേര് ഒന്ന് പറഞ്ഞേ? ബ്യൂട്ട് 2. സോ ബ്യൂട്ട് 1 ബ്യൂട്ട് 2 ആക്കുന്ന റിയാക്ഷൻ, ബ്യൂട്ട് 1 ബ്യൂട്ട് 2 ആക്കുന്ന റിയാക്ഷൻ എങ്ങനെയാണ്? ആദ്യം HBr ചേർക്കുക, ദെൻ ആൽക്കഹോളിക് KOH ചേർക്കുക. HBr ചേർക്കുമ്പോൾ അതിലേക്ക് ബ്രോമിനും H വരും, പിന്നെ ആൽക്കഹോളിക് KOH ചേർത്തിട്ട് ആ ഹൈഡ്രജനെയും ബ്രോമിനും ഒഴിവാക്കും. സോ ബ്യൂട്ട് 1 ബ്യൂട്ട് 2 ആക്കുന്ന അടിപൊളി റിയാക്ഷൻ. ദെൻ അടുത്ത റിയാക്ഷൻ ഐഡന്റിഫൈ A ആൻഡ് B. 2CH3 COCH, 2 കീറ്റോൺ നമ്മൾ റിയാക്ട് ചെയ്യുന്നു ഡൈല്യൂട്ട് ബേസിൻ്റെ പ്രസൻസിൽ. ആൾഡോൾ കണ്ടൻസേഷൻ. ഡൈല്യൂട്ട് ബേസിൻ്റെ പ്രസൻസിൽ സെയിം കീറ്റോണോ സെയിം ആൾഡിഹൈഡോ റിയാക്ട് ചെയ്താൽ അത് ആൾഡോൾ കണ്ടൻസേഷൻ. എന്തായിരുന്നു ആൾഡോൾ കണ്ടൻസേഷൻ എഴുതാൻ ഐഡിയ? വെരി സിമ്പിൾ. 2 കീറ്റോണിനെ 2 പ്രാവശ്യമാക്കി എഴുതുന്നു. CH3 CO CH3. ഏത് ഇങ്ങനത്തെ കോമ്പൗണ്ട് വന്നാലും ഇങ്ങനെ 2 പ്രാവശ്യമാക്കി അങ്ങ് എഴുതുക. ഡൈല്യൂട്ട് ബേസിൻ്റെ പ്രസൻസിലാണ് ചെയ്യുന്നത്, ഡൈല്യൂട്ട് NaOH. അപ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങൾ എഴുതിയ 2ാമത്തെ കീറ്റോണിനെ അടയാളപ്പെടുത്തുക. അതിൽ ആ 2ാമത്തെ കീറ്റോൺ ഇതാണല്ലോ കാർബൺ, ആ ഫംഗ്ഷൻ ഗ്രൂപ്പിൻ്റെ കാർബണിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന കാർബണാണ് ആൽഫ കാർബൺ. ആ ആൽഫ കാർബണിൽ നിന്ന് ഒരു ഹൈഡ്രജൻ തൊട്ടപ്പുറത്ത് ഓക്സിജൻ്റെ അടുത്തേക്ക് പോകും. ആൾഡോൾ കണ്ടൻസേഷനിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട മെക്കാനിസം എന്താണ് പറയുക, റിയാക്ഷൻ്റെ ഐഡിയ അങ്ങനെയാണ്. സോ CH3 ആ ഓക്സിജൻ്റെ അടുത്തേക്ക് H പോയി, അപ്പോൾ OH അതിനകത്ത് താഴേക്ക് എഴുതി. പിന്നെ ആ O കഴിഞ്ഞിട്ട് ഒരു CH3 നേരെ കണ്ടോ, ആ CH3 മുകളിലേക്ക് എഴുതി. ഓക്കെ, അപ്പോൾ CH3 ഓക്സിജൻ്റെ അടുത്തേക്ക് അപ്പുറത്തെ കാർബണത്തെ ഹൈഡ്രജൻ പോയി, OH മുകളിലേക്ക് CH3 എഴുതി. ദെൻ ഇവിടെ പ്ലസ് പോയി ബോണ്ടായി, അവിടെ ബോണ്ടായി. ദെൻ ആരാ ബോണ്ടായത്? CH3 എന്ന് ഒരു H പോയാൽ CH2, ദെൻ COCH3. ഇതാണ് നമ്മുടെ A എന്ന് പറയുന്ന ആൻസർ. A എന്ന് പറയുന്ന ആൾ ഇയാളാണ്. ഇതാണ് A. ഈ Aയെ ചൂടാക്കിയാൽ എന്താ സംഭവിക്കുക? H2O പോകും. അതാണ് കണ്ടൻസേഷൻ. H2O പോകും. H2O പോകുന്നത് എങ്ങനെയാണ്? വെരി സിമ്പിൾ. നേരത്തെ ഉണ്ടായ OH ഇല്ലേ, അത് അവിടുന്ന് പോകും. ദെൻ നേരത്തെ നമ്മൾ ആൽഫ കാർബണായിട്ട് അടയാളപ്പെടുത്തിയ ഇയാളെ അല്ലേ, ആ ആൽഫ കാർബൺ നേരത്തെ അടയാളപ്പെടുത്തിയ ആൽഫ കാർബണിലെ ഒരു ഹൈഡ്രജനും കൂടെ പോകും. അങ്ങനെ H2O പോകും. അങ്ങനെ H2O പോയി കഴിഞ്ഞാൽ ബാക്കി എന്താണ് ആൻസർ? CH3 ഓക്കെ, C ഓക്കെ, CH3 ഓക്കെ.
ദെൻ OH പോയി, തൊട്ടപ്പുറത്ത് ബോണ്ട് CH. ഞാൻ പറഞ്ഞു ഈ കാർബണിൽ നിന്ന് എച്ചും പോയി, ഈ കാർബണിൽ നിന്ന് OH പോയി. അപ്പോൾ അടുത്തടുത്ത 2 കാർബണിൽ നിന്ന് ആളുകൾ പോയാൽ ഡബിൾ ബോണ്ട്. C ഡബിൾ ബോണ്ട് CH, CO CH3. So this reaction is known as aldol condensation. ചിലപ്പം എക്സാമിന് ബൈ ക്വസ്റ്റ്യൻ ആയിട്ട് അതും ചോദിക്കും. എന്താണ് ഈ റിയാക്ഷൻ്റെ പേര് എന്നൊക്കെ ചോദിക്കും. ആൾഡോൾ കണ്ടൻസേഷൻ. ഡൈല്യൂട്ട് ബേസിൻ്റെ പ്രസൻസിൽ ആൾഡിഹൈഡോ കീറ്റോണോ തമ്മിൽ റിയാക്ട് ചെയ്യുന്ന റിയാക്ഷനാണ് ആൾഡോൾ കണ്ടൻസേഷൻ. എന്തുകൊണ്ടാണ് ആൾഡോൾ എന്ന പേര് വന്നത്? ഇവിടെ കീറ്റോൺ ഗ്രൂപ്പോ ആൾഡിഹൈഡ് ഗ്രൂപ്പോ ആയിരിക്കും ഉണ്ടാവുക. ആൾഡിഹൈഡോ കീറ്റോണോ ഗ്രൂപ്പ് വരുമ്പോൾ അതിനെ ആൾഡ് എന്ന് വിളിക്കും. പിന്നെ ഇവിടെ ആൽക്കഹോൾ ഓളും വന്നതുകൊണ്ട് ആൾഡ് ഓൾ. കീറ്റ് ഓൾ എന്നാണ് ഇത് പറയുക. പക്ഷെ നമ്മൾ ജനറലി പറയുന്ന പേര് ആൾഡോൾ. കീറ്റോണും ഓളും ആയതുകൊണ്ട് കീറ്റോൾ എന്നും പറയാം. പക്ഷേ ജനറലി ആൾഡോൾ കണ്ടൻസേഷൻ. സോ ദിസ് റിയാക്ഷൻ ഈസ് ആൾഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ. ഓക്കെ, സെറ്റ്. ദെൻ കൺവേർട്ട് ഫീനോൾ ടു അനിസോൾ. ഫീനോളിനെ എങ്ങനെ അനിസോൾ ആക്കാം? വേഗത്തിൽ പറയാം. ഫീനോൾ എന്ന് പറഞ്ഞാൽ ആരാ? ബെൻസീനുമേൽ OH. ഇതും 2 സ്റ്റെപ്പിലുള്ള റിയാക്ഷനാണ്. അതുകൊണ്ട് ഒറ്റയടിക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. ഫീനോളിനെ എങ്ങനെ അനിസോൾ ആക്കാം? അനിസോൾ എന്ന് പറഞ്ഞാൽ ബെൻസീനുമേൽ OCH3. മക്കളെ, അനിസോൾ എന്ന് പറഞ്ഞാൽ ഒരു ഈതർ ആണെന്ന് മക്കളെ മൈൻഡിൽ ഉണ്ടാകണേ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഈതർ ഉണ്ടാക്കുകയാണ് ചെയ്യുക. ഈതറിൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ പഠിച്ചത് വില്യംസൺ സിന്തസിസാണ്. ശരിക്കും ആ ഒരു മെത്തേഡാണ് ഇത്. അതെങ്ങനെയാണ് മനസ്സിലാവുക? സർ നോക്കിക്കോ, ഫീനോളാണിത്. ഫീനോളിലേക്ക് ജസ്റ്റ് ആദ്യം NaOH ചേർക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫീനോളിലേക്ക് NaOH ചേർക്കുമ്പോൾ അവിടെ ONA ആകും. നമ്മൾ പഠിച്ചിട്ടില്ലേ? ONA ആകും. യെസ്, ONA എന്ന് പറയുന്നത് RONA, റോണ എന്നുള്ള ഫോമിൽ വന്നു. റോണ എന്ന ഫോമിൽ വന്നാൽ നമ്മൾ എന്താ ട്രിക്ക് വെച്ച് പഠിച്ചത്? റോണയിലേക്ക് RX ചേർത്താൽ ഈതർ കിട്ടും. റൊണാൾഡോ RX നമ്മൾ കയറി ഈതർ കിട്ടിയെന്ന് നമ്മൾ പഠിച്ചതാണ്. സോ റോണയിലേക്ക് RX ചേർക്കുക. R എന്ന് പറഞ്ഞാൽ CH3 ആരെങ്കിലും എടുക്കുക, X എന്ന് പറഞ്ഞാൽ Cl എടുക്കുക. സോ CH3Cl ചേർക്കുക. CH3Cl ചേർക്കുന്നതോടുകൂടി റോണയിലത്തെ റോയും ഇതാണ് റോ എന്ന് പറയുന്ന ഭാഗം. റോണയിലത്തെ റോയും RXത്തെ ആറും കൂടെ ചെന്ന് റോറാകും. അതായത് CH3 ഇതാ അനിസോളായി. കണ്ടോ? സോ ഈ സ്റ്റെപ്പ് മുതൽ ഈ സ്റ്റെപ്പ് വരെ ഇത് ശരിക്കും എന്ത് റിയാക്ഷനാണ്? വില്യംസൺ സിന്തസിസാണ്. അപ്പോൾ വില്യംസൺ സിന്തസിസ് എന്താ എന്ന് ചോദിക്കുന്നതിന് പകരം, വില്യംസൺ സിന്തസിസ് എങ്ങനെയാണ് എന്ന് ചോദിക്കുന്നതിന് പകരം ഫീനോളിന് അനിസോൾ ആക്കുക എന്നുള്ള ചോദ്യം വന്നു. അപ്പോൾ ആദ്യം ഫീനോളിലേക്ക് NaOH ചേർത്ത് ONA ആക്കണം. അതിലേക്ക് RX ചേർത്ത് OCH3 ആക്കണം. ബൈ പ്രോഡക്റ്റ് ആയിട്ട് ആര് വരും? അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ബൈ പ്രോഡക്റ്റ് ആയിട്ട് ആര് വരും? NAയും Clഉം. നമുക്കറിയാം റോണയിലേക്ക് RX ചേർത്താൽ റോണയിലത്തെ NAയും RXത്തെ Xും കൂടി NaCl ആവും. റെഡി? സോ മക്കളെ, ഇങ്ങനത്തെ കുറച്ച് റിയാക്ഷൻസ് ഒക്കെ ഒന്ന് ഊട്ടി ഉറപ്പിച്ച് പോയിക്കൊണ്ടു. നിങ്ങൾക്ക് നാളെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്കത് മാർക്ക് വാങ്ങാൻ ഏറെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ താങ്ക് യു.